നമസ്കാരം. ഏതാണ്ട് ഒരു മൂന്നാഴ്ച മുമ്പ് ഉക്രൈനിൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, അതിയാനൊരു ജൂതനാണ്. അതുകൊണ്ട് തന്നെ അതിയാൻ്റെ ഓരോരോ സമയത്തെ സംസാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മൂന്നാഴ്ച മുമ്പ് അതിയാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള ഉക്രൈൻ പ്രശ്നം പെട്ടെന്ന് നിർത്താനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നിർത്തുന്നത് ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും, വലിയ ദോഷമുണ്ടാക്കും. നിങ്ങളും ഒരുപക്ഷെ ഈ വാർത്ത വായിച്ചതായിരിക്കും. എന്നാൽ അതേ മനുഷ്യൻ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിയാൻ പറഞ്ഞത്, റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് നിന്ന് കിട്ടിയാൽ മതി. ഒരു 3 ആഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ യുദ്ധം പെട്ടെന്ന് നിർത്തരുതെന്നും അത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമെന്നും പറഞ്ഞ സെലൻസ്കി പെട്ടെന്ന് പ്ലേറ്റ് മറിച്ച് ഞങ്ങൾ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്, റഷ്യ സ്ഥലം അങ്ങ് എടുത്തോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ്, അല്ലെങ്കിൽ കുതന്ത്രം എന്താണ്? ഇങ്ങനെ ഒരു മലക്കം പറിച്ചിൽ സെലൻസ്കി നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാനായിട്ട് പുള്ളിക്കാരൻ ഒരു വാചകം കൂടി അതിനോട് ചേർത്തിട്ടുണ്ട്. ശേഷിക്കുന്ന ഉക്രൈൻ്റെ ഭാഗം നാറ്റോയുടെ നിയന്ത്രണത്തിൽ വിടണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന, ഇത് ഞങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അവർ അനക്സ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തു, അത് പിന്നീട് നമുക്ക് സംസാരിച്ച് റെഡിയാക്കി എടുക്കാം. പക്ഷെ ബാക്കിയുള്ള ഭാഗം നാറ്റോയുടെ കൺട്രോളിലേക്ക് വിടണം, അല്ലെങ്കിൽ നാറ്റോയുടെ ഭാഗമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നാറ്റോയുടെ പ്രൊട്ടക്ഷനിലാക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് സെലൻസ്കി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. റഷ്യ ഉക്രൈനിലേക്ക് കയറിയത് യഥാർത്ഥത്തിൽ റഷ്യക്ക് അങ്ങനെ അങ്ങോട്ട് കയറി കുറച്ച് സ്ഥലം പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും ആയിരുന്നില്ല. റഷ്യയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇനി കുറച്ച് ഉക്രൈൻ്റെ സ്ഥലം കൂടെ കിട്ടിയിട്ട് പ്രത്യേകിച്ച് പുട്ടിനൊന്നും സാധിക്കാനുമില്ല. നേരെ മറിച്ച് റഷ്യ അങ്ങോട്ട് കയറിയത് ഉക്രൈൻ തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം ഉക്രൈനിൽ ഒരുപാട് സന്നാഹങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. ഉക്രൈൻ ഒരു പ്രശ്നമായിട്ട് റഷ്യക്ക് മാറും എന്ന് റഷ്യക്ക് വളരെ കാലങ്ങളായിട്ട് തോന്നിയത് കൊണ്ട് അവിടെ നിന്ന് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് റഷ്യൻ മിലിറ്ററി അങ്ങോട്ട് കയറിയത്. ആക്ച്വലി റഷ്യൻ മിലിറ്ററിയെ, അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടത്തെ വളരെ തന്ത്രപരമായിട്ട് കുടുക്കിലാക്കുകയായിരുന്നു ചില മാഫിയകൾ. റഷ്യ എങ്ങനെയെങ്കിലും ഉക്രൈനിൽ കയറണം, അങ്ങോട്ട് കയറിയെങ്കിൽ മാത്രമേ അവരുടെ ആഗ്രഹം സാധിക്കുള്ളൂ. ആ ആഗ്രഹം അവർ സാധിച്ചു. പുടിൻ ഒരുപക്ഷെ അന്ന് തിരിച്ചറിഞ്ഞില്ല ഇതൊരു പണിയാണ് എന്നുള്ളത്. പുടിൻ ഇതൊരു ഭീഷണിയാണ് എന്ന് കരുതിക്കൊണ്ട് അവിടെ കയറിയ ഭീഷണി യഥാർത്ഥത്തിൽ ഒരു പണിയായിരുന്നു. ആ പണി എന്ന് പറയുന്നത്, റഷ്യ ആണ് യൂറോപ്പിലെ പ്രകൃതിവാതക എണ്ണ മാർക്കറ്റ് ആ സമയത്ത് പൂർണ്ണമായിട്ടും കൈവശം വെച്ചുകൊണ്ടിരുന്നത്. റഷ്യ നേരിട്ട് തന്നെ അങ്ങോട്ട് പ്രകൃതിവാതകം പൈപ്പ് ലൈൻ വഴി സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയുടെ വളരെ വലിയ ഒരു ഭാഗം ഈ എണ്ണ പ്രകൃതിവാതക കച്ചവടമാണ് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് യൂറോപ്പിലേക്കുള്ള ഈ സപ്ലൈ നഷ്ടമായാൽ അത് വളരെ വലിയ ഒരു തിരിച്ചടിയായിട്ട് റഷ്യക്ക് മാറും എന്ന് മാത്രമല്ല, അത് തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് കോടിക്കണക്കിന് പണം ഉണ്ടാക്കാൻ പറ്റും എന്നും ഈ മാഫിയ കണക്കൂട്ടി. ഈ മാഫിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെയും അതേപോലെ തന്നെ ഇസ്രായേലിലെയും ഒക്കെ ചില എണ്ണ വ്യാപാരികളാണ്. ഈ എണ്ണ വ്യാപാരികളെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ ഒന്നും പേരിലല്ല യഥാർത്ഥത്തിൽ കച്ചവടം നടക്കുന്നത്. കച്ചവടം നടത്തുന്ന കമ്പനികൾ വേറെ ആയിരിക്കും, അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നത് ഈ വമ്പന്മാരായിരിക്കും. ഈ വമ്പന്മാരാണ് സർക്കാരുകളെ പോലും നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർക്ക് റഷ്യയുടെ പക്കൽ നിന്നും ഈ മാർക്കറ്റ് സ്വന്തമായിട്ട് വേണം. അങ്ങനെ റഷ്യയെ സാമ്പത്തികമായിട്ട് ദുർബലപ്പെടുത്തണം, തകർക്കണം. അതിനുവേണ്ടി റഷ്യയുടെ മേലൊരു ഉപരോധം വരണം. ആ ഉപരോധം വരാനായിട്ട് റഷ്യ എന്തെങ്കിലും അതിക്രമം കാണിക്കണം. ആ അതിക്രമം കാണിക്കാൻ വേണ്ടി റഷ്യയെ നന്നായിട്ട് പ്രകോപിപ്പിച്ച് കുഴിയിൽ ചാടിച്ച് ഉക്രൈനിലെത്തിച്ചു. പെട്ടെന്ന് തന്നെ റഷ്യയുടെ മേൽ അമേരിക്കൻ, യൂറോപ്യൻ ഉപരോധം വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കച്ചവടം സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. യൂറോയോ ഡോളറോ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ യൂറോപ്പിലേക്കുള്ള റഷ്യയുടെ എണ്ണക്കച്ചവടം, പ്രകൃതിവാതക കച്ചവടം നിലച്ചു. മറ്റ് പല വഴികളിലൂടെയും റഷ്യ അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് എത്തിക്കാൻ പറ്റാത്തതും കറൻസി ഡീൽ സാധ്യമല്ലാത്തതും അവരുടെ കച്ചവടത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു.
ആ വിടവിലേക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ മാഫിയകൾ അവരുടെ കയ്യിലുള്ള എണ്ണയും പ്രകൃതിവാതകവും പല വഴികളിലൂടെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വലിയ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. തുടർന്ന് പൂർണ്ണമായിട്ടും റഷ്യയുടെ പക്കൽ നിന്നും ഈ എണ്ണ പ്രകൃതിവാതക മാർക്കറ്റ് തങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടിയാണ് ഗാസ മുനമ്പിലുള്ള പ്രകൃതിവാതകവും എണ്ണയും സ്വന്തമാക്കാൻ വേണ്ടി അവർ ഇസ്രായേലിനെ കൊണ്ട് ഗാസയിലേക്ക് ഒരു യുദ്ധം ആരംഭിച്ചത്. ഇസ്രായേൽ ഗാസയിലേക്ക് കയറണമെങ്കിലും ഒരു കാരണം വേണം. ഇപ്പോൾ ഉക്രൈനിലേക്ക് റഷ്യ കയറിയത് കാരണമുണ്ടായിട്ടാണ്. നന്നായിട്ട് ഉക്രൈൻ റഷ്യയെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് റഷ്യ അങ്ങോട്ട് കയറിയത്. അതേപോലെ തന്നെ ഇസ്രായേലിന് ഗാസയിൽ കയറാനും ഒരു കാരണം വേണം. ആ കാരണം ഇട്ടുകൊടുത്തത് ഹമാസാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഹമാസിനെ ആരാധിക്കുന്നവരായിട്ടുണ്ട്. ഹമാസ് അവരെ സംബന്ധിച്ച് കാണപ്പെട്ട ദൈവങ്ങളാണ്. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന കരുത്തന്മാരായിട്ടുള്ള പോരാളികളാണ് എന്നൊക്കെയാണ് അവരുടെ ധാരണ. തീർച്ചയായിട്ടും ഈ ഹമാസിലെ താഴെക്കിടയിലുള്ള, അതായത് സാധാരണക്കാരായിട്ടുള്ള അംഗങ്ങളൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ നേതാക്കന്മാർ അങ്ങനെയല്ല എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആ നേതാക്കന്മാരൊക്കെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, നിങ്ങൾക്കൊരു അല്പമെങ്കിലും ബോധം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് ഗാസയിലെ പാവപ്പെട്ട ആൾക്കാർ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരാരാണ്? ഹമാസ് അല്ലേ? ഹമാസ് അന്ന് ഇസ്രായേലിലോട്ട് കയറി അങ്ങനെ ഒരു പണി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു നരനായാട്ട് നടത്താൻ ഇസ്രായേലിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കൽ നല്ലൊരു റീസൺ കിടപ്പുണ്ട്. ഒരു രാജ്യത്തിനും ശക്തമായിട്ട് ഇസ്രായേലിനോട് അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യത്വപരമായ കാര്യമല്ല, ഞങ്ങൾ ഇടപെടും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹമാസ് അങ്ങോട്ട് കയറി ഒരു കാര്യവുമില്ലാതെ കുറേയേറെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത് കുറേയേറെ പേരെ പിടിച്ചുകൊണ്ടുപോയി. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് എന്ത് ഗുണമാണ് പലസ്തീൻ ജനതയ്ക്കുണ്ടായത്? എന്തെങ്കിലും ഗുണമുണ്ടായില്ലെന്ന് മാത്രമല്ല, അവർ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വൻ തകർച്ച, ഒരു വൻ ദുരിതമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 144,000-ഓളം ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടു. ഗാസ ഇസ്രായേൽ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇതിനൊരു റീസൺ ഇട്ടുകൊടുത്തത് ഹമാസാണ്, ഹമാസിൻ്റെ നേതാക്കളാണ്. കാരണം അവർ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇസ്രായേലാണ് ഹമാസിനെ ഉണ്ടാക്കി, ഹമാസിനെ ഫണ്ട് ചെയ്ത് പലസ്തീൻ അതോറിറ്റിക്ക് ബദലായിട്ട് ഗാസയിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അതേ ഹമാസ് തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടുത്തെ ആൾക്കാരെ ഒരു കാര്യവുമില്ലാതെ കൂട്ടക്കൊല ചെയ്തു, കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അന്ന് മുതൽ ഇസ്രായേൽ ഗാസയിലേക്ക് കയറി അവിടെയുള്ള പാവങ്ങളെ നിഷ്കരണം കൊന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ പിടിച്ച് ഹമാസ് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം നിർത്തും എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഹമാസ് വിട്ടുകൊടുക്കില്ല. ഹമാസ് ഒരിക്കലും അവരെ വിട്ടുകൊടുക്കില്ല. കാര്യം അവർ നിധിയാണ്, അവരെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര് ചത്തുപോയെന്ന് പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു യുദ്ധം സാധിക്കാനില്ല. മനുഷ്യജീവൻ ഒരു വിലയും കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഗാസയിലെ ജനങ്ങളുടെ ഈ ദുരിതത്തിൽ എന്തെങ്കിലും ഒരു അനുകമ്പയോ അവരെ രക്ഷപ്പെടുത്തണമെന്നോ ഉള്ള ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇസ്രായേലിലേക്ക് അങ്ങനെ കയറിക്കൂടി ഒരു ആക്രമണം നടത്തത്തില്ല. തന്നെയുമല്ല, ഇസ്രായേൽ ഇങ്ങനെ കണ്ണും പൂട്ടി അവിടെ ആക്രമണം നടത്തുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ആ ബാക്കിയുള്ള ബന്ദികളെ തിരിച്ചു കൊടുത്തിട്ട് ഒരു വെടിനിർത്തലിന് അവർ ശ്രമിക്കും. എന്നാൽ അവരത് ചെയ്യാതെ ഇസ്രായേലിന് അവിടെ കയറി മേയാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസ കടലിടുക്കിലെ പ്രകൃതിവാതക നിക്ഷേപമാണ്. അത് അവർക്ക് വേണം. അത് വെറുതെ കിട്ടില്ല. ഗാസ സ്വന്തമായെങ്കിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നടത്തിയ അതേ ടീം തന്നെ ഇവിടെ ഈ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിനെ അങ്ങോട്ട് കയറ്റി അതിന് ഹമാസ് സഹായം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ വാർത്തയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉക്രൈനിയൻ പ്രസിഡന്റിന്റെ ഈ വിട്ടുകൊടുക്കൽ പ്രപ്പോസൽ, അതായത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യ എടുത്തോട്ടെ എന്നുള്ള അങ്ങേരുടെ ഈ പ്രപ്പോസൽ ഗാസ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ഗാസയിൽ
ഹമാസും ഇപ്പോൾ ഒരു വെടിനിർത്തൽ ചർച്ച നടത്തുന്നുണ്ട്. അതിൽ ഹമാസ് പറഞ്ഞ ഒരു കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. ഹമാസ് പലസ്തീനു വേണ്ടിയാണോ ഇസ്രായേലിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഇതെങ്കിലും കേട്ട് അതങ്ങനെയാണെന്ന് ചിന്തിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. ഹമാസ് പറഞ്ഞത്, ഞങ്ങൾ ഏത് തരത്തിലുള്ള വെടിനിർത്തൽ കരാറിനും തയ്യാറാണ്, പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, ഇസ്രായേൽ അവിടെ നിന്നും പിന്മാറണം. അതായത് ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറണം. അതുപോലെ തന്നെ പിടിച്ച് വെച്ചിട്ടുള്ള യുദ്ധ തടവുകാരെയൊക്കെ വിട്ടുകൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒന്ന് അവർ പറഞ്ഞെങ്കിൽ, അതായത് ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പിന്മാറുക, നമ്പർ 1. നമ്പർ 2, ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുന്ന ഇവരുടെ ആൾക്കാരെ തിരിച്ചു കൊടുക്കുക. ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന ഒരു സൂചന ഹമാസ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഈ സെലൻസ്കി പറഞ്ഞതുപോലെയുള്ള ഒരു പ്രപ്പോസൽ ഗാസയിൽ വരികയാണ്. ഗാസ കടലെടുക്ക്, ഗാസ മുനമ്പ് ഇസ്രായേലിന് വിട്ടുകൊടുക്കുക. ഇസ്രായേലി സേന ഗാസയിൽ നിന്നും പിന്മാറുകയാണ്. ഗാസയിൽ ഞങ്ങൾ ഇനി യാതൊരു അക്രമവും നടത്തുകയില്ല. ഗാസയിലെ ആൾക്കാർക്ക് അവിടെ തന്നെ ജീവിക്കാം. പക്ഷേ ഗാസ മുനമ്പ് ഇസ്രായേലിൻ്റെതായിരിക്കും. ഞങ്ങൾ ഹമാസിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെ കൊല്ലാൻ പോകുന്നില്ല. അതേപോലെ തന്നെ തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടു തരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു തരും. ആ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് നടക്കും. പക്ഷേ ഇസ്രായേലിന് ഈ ഗാസ മുനമ്പ് വിട്ടുകൊടുക്കണം. ഹമാസ് പറയും, തീർച്ചയായിട്ടും വിട്ടുകൊടുക്കാം. ഇസ്രായേൽ ഇവിടുന്ന് പിന്മാറുമെങ്കിൽ ഗാസ കടലെടുക്ക് ഇസ്രായേലിന് സ്വന്തം. ഗാസ വേണ്ട, കടലെടുക്ക് മാത്രം മതി. അവിടെ നിന്നുമുള്ള എണ്ണയും പ്രതിവാദവും മാത്രം മതി. ഗാസയിലെ ആൾക്കാർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഈ തരത്തിലുള്ള ഒരു പ്രപ്പോസലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് സെലൻസ്കി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രപ്പോസലുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു വിട്ടുകൊടുക്കൽ പ്രപ്പോസൽ. മുമ്പ് അതിന് തയ്യാറില്ലാതിരുന്ന സെലൻസ്കി ഇപ്പോൾ ഉക്രൈൻ്റെ സ്ഥലം റഷ്യക്ക് വിട്ടുകൊടുക്കാമെന്ന് പറയുന്നത് ഇതേ മോഡലിലുള്ള ഒരു പ്രപ്പോസൽ ഗാസയിൽ വരാൻ വേണ്ടിയാണ്. ഗാസ കടലെടുക്ക്, ഗാസ മുനമ്പ് ഇസ്രായേലിന് വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. എന്തിനു വേണ്ടിയാണോ അവരവിടെ കയറിക്കൂടിയത് ആ ലക്ഷ്യം അങ്ങനെ അവർ നേടും. ആ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഹമാസ് ഇപ്പോൾ പറഞ്ഞത്, ഇസ്രായേൽ സേന അവിടുന്ന് പിന്മാറിയാൽ മതി, തടവുകാരെ വിട്ടുകൊടുത്താൽ മതി, മറ്റെന്ത് നിബന്ധനയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.